الحمدلله رب العالمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل لكي لا يكون دولة بين الأغنياء صدق الله مولانا العظيم. ബഹുമാന്യനായ യോഗ ഉദ്ഘാടകൻ ഫനാർ പ്രതിനിധി അബൂ ഉബൈദ് ഹാമിദ് അൽ ജബ്രവി, ആശംസ അർപ്പിച്ച ഡോക്ടർ അലി ഇദ്രീസ്, യോഗ അധ്യക്ഷൻ, ഇന്ത്യ ഫെറ്റേണിറ്റി ഫോറം ഖത്തർ ഘടകം പ്രസിഡന്റ് ഷാനവാസ്, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വലിയ ഒരു വിഷയമാണ് സാമ്പത്തിക നീതി. ഇങ്ങനൊരു വിഷയം ഇന്ന് കേരളത്തിൽ ഈ റബീഉൽ അവ്വലോടുമായി ബന്ധപ്പെട്ട് ഇമാംസ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ധാരാളം ചർച്ചകൾ നടന്നു വരികയാണ്. അങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, നമ്മുടെ സമൂഹം, മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല ഇന്ത്യൻ ജനത ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് സാമ്പത്തികമായ അനീതികൾ നടക്കുന്നു എന്നത്. നമ്മളെ ഭരണകർത്താക്കൾ, സാധാരണ ജനങ്ങൾ അവർക്ക് സഹായകമാകുന്ന തരത്തിൽ പല തരത്തിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ടുവരികയും അതൊക്കെ പരാജയപ്പെടുകയും വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ സാധാരണക്കാരന് കൂടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. നമുക്കറിയാം. ഇപ്പോൾ 2 ദിവസം പണിമുടക്ക് നടന്നു ഇന്ത്യയിൽ. എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. കേരളത്തിൽ KSRTC സർവീസുകൾ നിർത്താൻ പോകുന്നു എന്ന ഒരു ആശങ്കയിലാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഓടിക്കാൻ ഗവൺമെൻറ് കയ്യിൽ പൈസയില്ല. വൈദ്യുതി വളരെ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. എന്തെന്നാൽ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കുറഞ്ഞു വരുന്നു. അതിന് വേണ്ടുന്ന ചെലവ് വഹിക്കാനുള്ള ക്യാഷ് ഖജനാവിലില്ല എന്നതാണ്. ഡീസലിനും പെട്രോളിനും ആഴ്ചയ്ക്ക് വിലകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഡീസലിനും പെട്രോളിനും സ്വർണത്തിനും വില വർദ്ധിച്ചാൽ സാധാരണ ജനങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും എല്ലാ മേഖലയിലും വില വർദ്ധിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഡീസലിനോ പെട്രോളിനോ അല്ലെങ്കിൽ സ്വർണത്തിനോ ആണ് വില വർദ്ധിക്കുന്നത് എങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഇത് വളരെ വലിയ ബാധ്യതയാണ് വരുത്തുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ വിഷയങ്ങൾക്കും, എല്ലാ വസ്തുക്കൾക്കും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊരു ഭാഗത്ത് സാധാരണക്കാരൻ ഈ പ്രതിസന്ധിയിൽ ആകുമ്പോൾ, മറുവശത്ത് ഈ ഖജനാവ് സൂക്ഷിക്കേണ്ട ആളുകൾ, ഖജനാവ് സൂക്ഷിക്കാൻ
പൊതുസമൂഹം ഏൽപ്പിച്ചു കൊടുത്ത ഭരണകർത്താക്കൾ അവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ കൃത്യവിലോപം കൊണ്ടോ അത് വേണ്ടതുപോലെ സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ധാരാളം കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അഴിമതി കേസുകളാണ്! പൊതു ഖജനാവിൽ നിന്ന് ഉള്ള സമ്പത്ത്, ഒന്നാമതേ ദാരിദ്ര്യമാണ്, അത് തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആരാണോ ഖജനാവ് ഏൽപ്പിക്കപ്പെടുന്നത് അവരൊക്കെ കൊള്ളയടിക്കാനാണ് നിൽക്കുന്നത്. അതിൽ വലിയ വലിയ ഉദാഹരണങ്ങളും ചെറിയ ഉദാഹരണങ്ങളും നിങ്ങൾക്കറിയാം. 2G സ്പെക്ട്രം എന്ന് പറയുന്ന അഴിമതി കേസിൽ 1.25 ലക്ഷം കോടി രൂപയാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. 1.25 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരൻ ഒരിക്കലും ഒന്ന് സങ്കല്പിക്കാൻ തന്നെ സാധിക്കില്ല. അതാരാ കൊണ്ടുപോയത്? ആ കൊണ്ടുപോയ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു, പിന്നെ ജാമ്യത്തിൽ വന്നു, പുതിയ പുതിയ ചർച്ചകൾ വരുന്നു, അവരൊക്കെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഇത് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ നോക്കിയാൽ ഹെലികോപ്റ്റർ വാച്ചാൽ അഴിമതി, കാശ്മീരിലെ മലമടക്കുകളിൽ അതിർത്തി മറ്റു രാജ്യത്തെ സൈന്യത്തോട് പോരാടുന്ന ഇന്ത്യൻ പട്ടാളം, ആ പട്ടാളക്കാർ മരിച്ചു വീഴുമ്പോൾ അവരുടെ ശവമടക്കാൻ വേണ്ടി ശവപ്പെട്ടി വാങ്ങിയാൽ അതിൽ കുംഭകോണം, പെട്രോൾ പമ്പുകൾ അനുവദിച്ചാൽ അതിൽ കുംഭകോണം, അങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലയിൽ നമ്മുടെ ഈ ഭരണകർത്താക്കൾ, ഭരണം കൈയാളുന്നവർ ഈ ജനങ്ങളെ നോക്കാതെ, ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കൈയിട്ട് വാരുകയോ അഴിമതി നടത്തുകയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ആ സമയങ്ങളിൽ വളരെ ചർച്ചയാവുകയും പിന്നീട് അത് വിസ്മരിക്കപ്പെടുകയുമാണ് ചെയ്യാറുള്ളത്. ഒരുപക്ഷെ അത്തരം വലിയ വലിയ അഴിമതികൾ നടക്കുമ്പോൾ, അതിലൂടെ പാർട്ടികൾ പ്രതിസന്ധിയിലാവുമ്പോൾ നമ്മുടെ രാജ്യത്ത് പുതിയ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും വരികയും വാർത്തകൾ മുഴുവനും അത് ആവാഹിക്കുകയും ചെയ്ത് ഇത് ആളുകൾ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വശവും, സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ കൂടി വരുമ്പോഴും ഈ ഖജനാവ് കൊള്ളയടിക്കൽ അത് സ്റ്റേറ്റുകളിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഇത് വർദ്ധിച്ചു വരികയാണ്. ഉള്ളവൻ പണക്കാരനായി വലിയ വലിയ മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാത്തവനോ അവനെന്നും അടിത്തട്ടിലേക്ക് തഴയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരവസ്ഥ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു പുതിയ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന രംഗങ്ങൾ വിദേശ ശക്തികൾക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക്, വാൾമാർട്ട് പോലുള്ള വമ്പൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരൻ, ഈ ബഹുരാഷ്ട്ര കുത്തക യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ഇറക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിന് ഇന്ത്യൻ സർക്കാർ, പാർലമെൻറ്റൊക്കെ ഏതാണ്ട് അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ നല്ലതല്ലേ, ധാരാളം ഷോപ്പിംഗ് മാളുകളും ഒരുപാട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളും വരുമെന്നൊക്കെ നമ്മൾ സന്തോഷിക്കുമ്പോഴും പക്ഷേ ഇതിൻ്റെ പിന്നിൽ സാധാരണക്കാരായ കച്ചവടക്കാരൊക്കെ കടകൾ പൂട്ടിപ്പോകേണ്ട ഗതികേടായിരിക്കും വരുന്നത്. വിദേശികളായ നിങ്ങൾക്ക് എന്നും വിദേശത്ത് നിൽക്കേണ്ടി വരും. നാട്ടിൽ വന്ന് അധ്വാനിച്ച് കുടുംബം പുലർത്താൻ, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സാധിക്കാത്ത ഗതികേട് വരും. നാട്ടിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ പൂട്ടിപ്പോകേണ്ടി വരും. നിലവിൽ തന്നെ ഇന്ത്യയിൽ 10 മാസത്തിനകം ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിൽ ഇത് തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ, വാൾമാർട്ടിൻ്റെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ. അതിന് കാരണം ഏറ്റവും പ്രധാനമായി ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ സാധ്യത കൂടിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം വാൾമാർട്ട് പോലുള്ള ഈ ബഹുരാഷ്ട്ര കുത്തകകൾ ഇങ്ങനെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ സംഭവിച്ചിട്ടുള്ളത് മറ്റ് പല രാജ്യങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ, ചില്ലറ വിൽപ്പനക്കാരനൊക്കെ തകർന്നു തരിപ്പണമായ വാർത്തകളാണ് വന്നിട്ടുള്ളത്.
ഇംഗ്ലണ്ട്, ടെക്സാസ്, അതുപോലെ കിങ്ഫിഷർ, ഇംഗ്ലണ്ടിലെ ടെസ്കോ, അതുപോലെ കിങ്ഫിഷർ തുടങ്ങിയുള്ള വലിയ ഇത്തരം ഭീമൻ കമ്പനികൾ, കാരിഫോർ, അതുപോലെ തന്നെ ആംസ്റ്റർഡാമിലെ അഹോൾഡ്, ഇങ്ങനെയുള്ള ഈ കമ്പനികൾ ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. ഈ വാൾമാർട്ട് പോലെ മറ്റുള്ള കമ്പനികളാണ്. ഇവർ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ തുറക്കുന്നതോടുകൂടെ സംഭവിച്ചത് തായ്ലൻഡിൽ 4 വർഷത്തിനകം ഏതാണ്ട് 14% തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. തായ്ലൻഡിൽ. മെക്സിക്കോയിൽ കണക്ക് പറയുന്നത് 10 വർഷം കൊണ്ട് ചില്ലറ വിൽപ്പന 50% ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങൾ, അത്തരം ആളുകൾ അതൊക്കെ പൂട്ടി പോകേണ്ടി വന്നു എന്നാണ്. കാരണം ജനങ്ങൾ പിന്നെ അവിടെയൊക്കെ പോവില്ല, അത് വാങ്ങാൻ ആളുണ്ടെങ്കിലേ തുറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സാമ്പത്തിക സ്രോതസ് മുഴുവൻ ഇവരിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്, ഈ സാമ്രാജ്യത്വ ശക്തികളിൽ കേന്ദ്രീകരിക്കുകയാണ്. ഈ പറഞ്ഞ സാധാരണക്കാരനായ കച്ചവടക്കാർ ഇതൊക്കെ ഒഴിവാക്കി പോകേണ്ടി വരും. ഇത് മറ്റ് പല വിദേശ രാഷ്ട്രങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ, ഏഷ്യൻ മേഖലയിലെ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഇതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് നമ്മളെ സമുദായം, മുസ്ലിം സമുദായം ഇതൊന്നും വളരെ ശ്രദ്ധ കൊടുക്കാറില്ല. നമുക്ക് ഇതൊന്നും അങ്ങനെ പറ്റിയൊരു മേഖലയല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ആകാംക്ഷയും താല്പര്യമൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ വേറെയാണ്. നമ്മൾ പരസ്പരം ഇങ്ങനെ സമുദായത്തിനുള്ളിൽ തമ്മിൽ തെല്ലാനും ചീത്ത പറയാനും ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കാനും അതിന് ആളെ കൂട്ടാനും ഒക്കെയുള്ള ഭയങ്കരമായ വ്യഗ്രതയിലാണ്. ആളുകളെ ഒരുതരം മാജിക്കിലൂടെ, മയക്കും വിദ്യയിലൂടെ എങ്ങനെ സ്വാധീനിക്കാം, അതിനെന്തെങ്കിലും വളഞ്ഞ വഴികളുണ്ടോ, കുറുക്ക് വഴികളുണ്ടോ, തൻ്റെ സഹോദരനെ എങ്ങനെ ആക്ഷേപിക്കാം, പരിഹസിക്കാം എന്നൊക്കെയുള്ള ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത, അഥവാ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചതിനൊക്കെ നേരെ കടുകവിരുദ്ധമായി അവനോട് മിണ്ടരുത്, അവനോട് സലാം പറയരുത്, ഇവനെ കണ്ട് ഇവനോടൊപ്പം ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അകറ്റി നാം നമ്മുടെ ഉള്ളിൽ തല്ലും പോരുമായി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾ ഇത്തരം ചർച്ചകൾ കൊണ്ടുവന്നുകൂടാ? നമ്മുടെ സർക്കാരുകൾക്ക്, അത് കേരളമാകട്ടെ കേന്ദ്രമാകട്ടെ, ഞങ്ങൾക്ക് പ്രതിവിധിയുണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതൊരു നായർ സംഘടനയ്ക്ക് പറയാൻ പറ്റുകയില്ല, ഒരു ഈഴവ സംഘടനയ്ക്ക് പറയാൻ പറ്റുകയില്ല, നമുക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷെ നമ്മൾക്കൊന്നും പറയാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ദുർബലരാണ് എന്നുമല്ല. ഇത്തരം ആളുകൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ നമ്മൾ യജമാനൻ്റെ മുന്നിൽ കയ്യും കൂപ്പി നിൽക്കുന്നവരാണ് നമ്മൾ ആളുകൾ. അവർ വന്നിട്ട് ഖുർആൻ്റെ ഹദീസിൻ്റെയൊക്കെ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പൊതുയോഗങ്ങൾ അവർ രണ്ട് വാക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക്, മതപണ്ഡിതന്മാർക്കൊക്കെ ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ആശ്വസിച്ച് കഴിയുകയാണ്. എന്നിട്ട് അവർ പോയാൽ നമ്മളെന്താ പരിപാടി? നമ്മൾ തമ്മിൽ തെല്ലാണ്. എത്ര കോടിക്കണക്ക് രൂപയാണ് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്യുന്നത്? വാദപ്രതിവാദം, ക്ലിപ്പിങ്ങുകളോടെ, എല്ലാവിധ തെളിവുകളോടെ ഇതാ വാദപ്രതിവാദം തുടങ്ങാൻ പോകുന്നു. എന്നിട്ടോ എല്ലാം കാണിക്കുകയാണ്, അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമുക്ക് പരിഹാരം ഇസ്ലാം ഉണ്ട്, അത് നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ്. ഈ പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അടിമവൽക്കരിക്കപ്പെടാൻ, കോളനിവൽക്കരിക്കപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർ അടിമയാക്കിയത് നമുക്കറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെയാണ്. അത് വ്യാപാരങ്ങൾ തുടങ്ങി ബിസിനസ്സുകൾ നടത്താനാണ് ആദ്യം വന്നത്. അത് ബിസിനസ്സുകൾ നടത്തി ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കി, കച്ചവടക്കാരാക്കി, കോളനിവൽക്കരിച്ച് ഇവരെ മുഴുവൻ ശിഥിലീകരിച്ച് അടിമകളാക്കി മാറ്റി. പിന്നീട് നടന്നതെന്ന് നമുക്കറിയാം, വാഗൻ ട്രാജഡിയും അതുപോലെയുള്ള ഒരുപാട് സമരങ്ങൾ. എന്തിനു വേണ്ടി? ഇവരിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ആ ചരിത്രം പരിശോധിച്ചാൽ പിന്നീട് ഒരു മുസ്ലിം സമുദായം വളരെ വലിയ വില അതിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതുപോലെ മറ്റൊരു രൂപത്തിൽ ഈ വിദേശ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വരികയാണിപ്പോൾ. അതിൻ്റെ പ്രതിസന്ധി നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ പറയുന്നു എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാത്തിനും ഇസ്ലാമിൽ പരിഹാരമുണ്ട്, എല്ലാത്തിനും ഖുർആനിൽ പരിഹാരമുണ്ട്, എല്ലാത്തിനും ഹദീസിൽ പരിഹാരമുണ്ട്. എന്തുകൊണ്ട് ഈ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ചർച്ച ചെയ്തുകൂടാ എന്നാരും ചിന്തിക്കുന്നില്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഇന്ത്യൻ സമൂഹത്തിന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ ഭരണകൂടത്തിന് ഇതിന് പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ?
നിങ്ങൾ നോക്കൂ, ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. മലപ്പുറം ജില്ല, വടക്കൻ കേരളത്തിൽ നിന്നാണ് കൂടുതൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്ത്രീധനമെന്ന പൈസ പിശാചിൻ്റെ പെട്ടുപോയിട്ട് നമ്മളെ പെൺമക്കളെ 18ഉം 20ഉം വയസ്സായ പെൺമക്കളെ മൈസൂറിലേക്ക് കല്യാണം കഴിച്ചു. മൈസൂർ കല്യാണം ഭയങ്കര ചർച്ചയാണ്. അങ്ങനെ മൈസൂരിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുന്നു എന്നാണ് ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടിതുണ്ടായി? നമ്മൾ എന്തിനാണ് ഈ വാദപ്രതിവാദവും ചർച്ചയും തമ്മിൽ തല്ലും സലാം പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഉമ്മത്തിൻ്റെ വേദനയും വിഷമവും എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? യഥാർത്ഥത്തിൽ അതല്ലേ നമുക്ക് ചിന്തിക്കേണ്ടത്? യഥാർത്ഥ റസൂലുള്ളാഹി മാതൃകയും അതല്ലേ? ഈ ഉമ്മത്തിലേക്ക് ഇസ്ലാം തന്നെ നീതിയുടെ മതമാണ്. നീതി പുലരുക എന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്. അത് സാമ്പത്തികം എന്നല്ല, എല്ലാ മേഖലയിലും നീതി ഉണ്ടാവണമെന്നാണ്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف. പ്രവാചകന്റെ ജോലി എന്താ? തൗറാത്തിലും ഇഞ്ചീലും ഒക്കെ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ജോലി യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. വയൻഹാഹും അനിൽ മുൻകർ, തിന്മ തടയുക. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, അവർക്ക് ആവശ്യമായ നന്മയൊക്കെ അനുവദിച്ചു കൊടുക്കുക. അവർക്ക് ദോഷകരമായ യുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അത് നിഷിദ്ധമാക്കി കൊടുക്കുക. എന്നിട്ടോ വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഇസ്റിനെ, അവരുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുക. അവരുടെ നടുവൊടിക്കുന്ന ഭാരത്തെ ഇറക്കി വയ്ക്കുക. അത് സാമ്പത്തികമാകാം, മറ്റ് പ്രയാസങ്ങളാകാം, എന്തുമാകാം, അതൊക്കെ ഇറക്കി വയ്ക്കണം. പ്രവാചകന്റെ ജോലി അതാണ് എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല ലത്തി കാനത്ത് അലൈഹിം, ആ സമൂഹത്തിൻ്റെ മേൽ വരിഞ്ഞു മുറുകിയ ചങ്ങലക്കെട്ടുകൾ, അടിമത്വത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, ഭയത്തിൻ്റെ, ഈ വിശപ്പിൻ്റെ, വിദ്യാഭ്യാസമില്ലായ്മയുടെയൊക്കെ ചങ്ങലക്കെട്ടുകൾ അറുത്തു മാറ്റി ഇവരെ വിമോചിപ്പിക്കണം. ഇതാണ് പ്രവാചകന്റെ ജോലി എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ മൈസൂർ കല്യാണത്തിന് തയ്യാറാകേണ്ടി വരുന്നു? അവിടെ പോയിട്ട് ബോംബെയിലെ ചുവന്ന തെരുവ് പോലെ മൈസൂരിൽ അങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ സംഘടനകൾക്കൊക്കെ ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ചുകൂടെ? പരിഹാരം എന്താ? സമ്പത്താണ് പ്രശ്നം. 1 or 2 കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞുങ്ങളെ കല്യാണം പെൺകുട്ടികളാണെങ്കിൽ അതോടുകൂടി ആ ഉപ്പ അല്ലെങ്കിൽ ആ ഉമ്മ, ആ കുടുംബം തകരാറിലായി. ഇവരെ എങ്ങനെ കെട്ടിച്ചയക്കണമെന്നറിയാതെ ഇവർ അലയുകയാണ്. കടം വാങ്ങിയും പലിശക്കെടുത്തും വട്ടിപ്പലിശക്കെടുത്തും സ്ത്രീധനത്തിന് തുക കാണണം, സ്വർണത്തിന് തുക കാണണം, കല്യാണം നടത്താൻ തുക കാണണം. അങ്ങനെ പെണ്ണ് ജനിക്കുക എന്ന് പറഞ്ഞാൽ പഴയ ജാഹിലിയ കാലത്ത് എത്ര മോശമായി കണ്ടോ അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ പിറന്നത് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ഒരു മുഖം ചുളിവ് നമ്മുടെ ആളുകൾക്കുണ്ട്. ഇന്ന് യഥാർത്ഥ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? 3 പെൺകുഞ്ഞുങ്ങൾ ഒരാൾ പിറക്കുകയും അവരെ സംരക്ഷിച്ച് വളർത്തി അവരെ കെട്ടിച്ചയക്കുന്നത് വരെ പരിപാലിച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും, അടുത്തടുത്തായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മഹത്വപ്പെടുത്തി പെൺമക്കളെക്കുറിച്ച്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺമക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നൊരു സാമ്പത്തികമായ അസന്തുലിതത്വമാണ്. കാര്യം, അപ്പുറത്ത് കെട്ടാൻ വരുന്ന ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഇടനിലക്കാരെ ബ്രോക്കർമാർ നിന്നിട്ട് വാങ്ങിക്കൊടുക്കുകയാണ് പൈസ. ബ്രോക്കർ ഫീസ് പള്ളിക്കാരനും കിട്ടും, ഉസ്താദിനും കിട്ടും, അതുപോലെ തന്നെ ഈ ബ്രോക്കർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും കമ്മീഷൻ. ഇത് വാങ്ങുന്നതിന് വേണ്ടി ബ്രോക്കർ പറയുന്നു, കള്ളം പറയുന്നു, ഒരു ജോലിയുമില്ലാത്തവനെ ഉദാഹരിച്ച് ഉപമിച്ച് വലുതാക്കി കൊടുക്കുന്നു. എന്നിട്ടോ ഒരു ജോലിയുമില്ലാത്തവനും വേണം ലക്ഷം. നമ്മളെല്ലാം കല്യാണത്തിന് കൂടും, നമ്മളെല്ലാം പൈസ കൊടുക്കും, സഹായിക്കും, അവർ തരുന്ന ബിരിയാണിയും കഴിക്കും. ഒരു വെറുപ്പും നമുക്കില്ല, ഒരു വിഷമവുമില്ല. ഉസ്താദുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്, സർവ്വ ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്താ ഉള്ളത്? ഇസ്ലാമിൽ വറാസത്താണുള്ളത്. സാമ്പത്തികമായ മേഖലയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു വറാസത്താണ്. വറാസത്ത് എന്ന് പറഞ്ഞാൽ പിതാവ് മരിച്ചാൽ അല്ലെങ്കിൽ ഉമ്മ മരിച്ചാൽ ആ ഉമ്മയുടെ സ്വത്തിനാണ് വറാസത്ത്, അനന്തരാവകാശം എന്ന് പറയുന്നത്. അതാണ് തുല്യമായി, അതാണ് പിന്നെന്താണ് അതിൻ്റെ കണക്കനുസരിച്ച് വിധിക്കേണ്ടത്. ഇന്ന് അങ്ങനെ അല്ലല്ലോ. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഒന്നും കിട്ടൂല. ഇനി ഗൾഫിലേക്ക് ആരെങ്കിലും വന്നാലോ, ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വന്നാൽ അവന് ആകെ ഭാരമാണ്. അവൻ വന്ന് 20-30 വർഷം ഇവിടെ മണലാരണ്യത്തിൽ പണിയെടുത്ത് അവൻ്റെ രക്തം മുഴുവൻ വിയർപ്പാക്കി ആരോഗ്യം കളഞ്ഞ് ഗ്യാസ് ട്രബിളും ഷുഗറും അതും ഇതുമൊക്കെ വലിച്ചു വാരി അവസാനം കൊടവയറും ചാടിയാലും അവന് കല്യാണം കഴിച്ച് നാട്ടിൽ കഴിയാൻ കഴിയൂല. എന്തുകൊണ്ട്? അവന് പെങ്ങന്മാരെ കെട്ടിക്കണം, പിന്നെ പെങ്ങന്മാർക്ക് വീട് വെച്ച് കൊടുക്കണം, അവർ കൊടുത്ത് സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കണം. ഭയങ്കര പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. ഇതുകൊണ്ട് നിവൃത്തിയില്ലാത്ത ആളുകൾ വഴി തേടുകയാണ്. നമ്മുടെ സമുദായത്തിലൊന്നും ചർച്ചയാകുന്നില്ല. നമ്മുടെ സമുദായത്തിൽ മെമ്പറുകളിന് വേണ്ടി ശബ്ദിക്കുന്നില്ല. നമുക്ക് ഭയങ്കര ചർച്ച എന്താ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൈകാരികമായ, വളരെ ശാഖാപരമായ ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് ചർച്ച.
നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഇതിനൊക്കെ നമ്മുടെ ബുദ്ധിയും സമ്പത്തും ചിലവാക്കണോ, അതല്ല ഈ ഉമ്മത്തിൻ്റെ വേദനയും പ്രശ്നങ്ങളും ആവാഹിച്ചിട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇങ്ങനെ പൈസ ഒഴിവാക്കി സമുദായത്തെ തമ്മിലടിപ്പിച്ചിട്ട് വിഭാഗീയത ഉണ്ടാക്കിയാൽ എന്ത് നേടാൻ നമുക്ക് സാധിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുകയില്ലോ. അള്ളാഹു എന്താ പറഞ്ഞത്? വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ. നിങ്ങൾക്ക് ഈ ലോകത്തിന്, ഈ സമൂഹത്തിന്, ഈ രാഷ്ട്രത്തിന് എന്തെങ്കിലും സേവനം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കേ പറ്റൂ. പക്ഷേ വഅ്തസിമു ബിഹബിലില്ലാ, നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അത് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത്, നിങ്ങൾ തർക്കിക്കരുത് എന്നാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മുടെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടും കണ്ണുകൾ തുറക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായ ഒരു സംഗതി. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വന്നിട്ട് ഇന്ത്യ രാജ്യത്തെ കീഴ്പ്പെടുത്തിയതുപോലെ വാൾമാർട്ട് പോലുള്ള വലിയ വലിയ കമ്പനികൾ, കാരിഫോറുള്ള വലിയ വലിയ കമ്പനികൾ, അവർ വ്യവസായത്തിലൂടെ വന്നിട്ട് പെട്ടിക്കടകൾ വരെ പൂട്ടാൻ പോകുന്ന ഗതികേടിലേക്ക് വരുന്നു. വാൾമാർട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, അമേരിക്കൻ സെനറ്റിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 100 കോടി രൂപ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുന്നതിന് ലോബിയിങ്ങിന് 100 കോടി രൂപ ഞാൻ ചിലവാക്കി എന്നാണ് പറയുന്നത്. 100 കോടി രൂപ ഒന്നാലോചിച്ച് നോക്കൂ. ഈ 100 കോടി ആരാ വാങ്ങിയത്? നമ്മൾ എംപിമാർ വാങ്ങിയിട്ടുണ്ടാകും, നമ്മൾ മന്ത്രിമാർ വാങ്ങിയിട്ടുണ്ടാകും. ഇത് സംസ്ഥാനങ്ങൾക്കും കിട്ടും, സംസ്ഥാന നേതാക്കന്മാർക്കും കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഖജനാവ് കൊള്ളയടിച്ചു കൊണ്ടുപോകാനും സാധാരണക്കാരെ ഇടങ്ങേറാക്കാനും പീഡിപ്പിക്കാനുമുള്ള എല്ലാ വഴികളും തന്ത്രങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധാരണക്കാരൻ ദാരിദ്ര്യത്തിലേക്ക്, പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക്, ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ഗൾഫിലായതുകൊണ്ട് പ്രയാസം അറിയില്ല. പെട്രോളിൻ്റെ വില വർദ്ധിച്ചാൽ, കാര്യം ഇവിടെ എപ്പോഴും അൽഹംദുലില്ലാ ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ, സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഭരണാധികാരികൾ ശ്രദ്ധിച്ചതുകൊണ്ട് അൽഹംദുലില്ലാ അതിന് വില വർദ്ധിക്കുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക്, വിശപ്പടക്കാനുള്ള അന്നത്തിന് വില വർദ്ധിപ്പിക്കുന്നില്ല. ഭരണാധികാരികൾ എത്ര വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന് വാഹനം ഓടിക്കാൻ കുഴപ്പമില്ല, റിയാൽ അത്രയേ ഉള്ളൂ, നമുക്ക് താങ്ങുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധിക്കുകയില്ല. എന്താ കാരണം? ഇതാണ് കാരണം. എങ്ങനെ 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ എത്ര രൂപ വേണം? അതിങ്ങനെ ആഴ്ചയ്ക്ക് വില കൂടിക്കൊണ്ടേ വരികയാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ മെമ്പറുകൾക്ക്, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ ദർസുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളൊന്നും ഒരു ചർച്ചയും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. മറിച്ച് നമ്മളിങ്ങനെ ഇവരെന്തു പറയുന്നു എന്നിങ്ങനെ നോക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഗതികേടാണ്. യഥാർത്ഥത്തിൽ ഇതിന് ബദൽ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ട് വരിക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. നമുക്കിതിന് ബദൽ നിർദ്ദേശിക്കാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ യഥാർത്ഥമുള്ള താല്പര്യം, ഇസ്ലാം എപ്പോഴും വെല്ലുവിളി നേരിടുന്നു എന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് സാമ്രാജ്യത്വമായിരിക്കും. കുറച്ച് മുമ്പ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ സാമ്രാജ്യത്തോട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ക്രമേണ അവർ പിന്തിരിയുകയും പരാജയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ മുന്നിൽ അവർ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ തളരാതെ നിൽക്കുന്നത് ലോകരാജ്യങ്ങളിൽ ഇസ്ലാം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം അങ്ങനെ സമ്പത്ത് ഒരു വശത്തേക്ക് കുന്നുകൂടുന്നതിനെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അനധികൃതമായി സമ്പത്ത് മുഴുവൻ ഒരുത്തൻ കൂട്ടിവെക്കുന്നതിന് ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് അത് ജനങ്ങളിലേക്ക് എപ്പോഴും വികേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായത് ജനങ്ങളിലേക്ക് നൽകണം. അത് സക്കാത്താകട്ടെ, സദക്കയാകട്ടെ, ബിസിനസ്സിലൂടെ ആകട്ടെ, അവസരങ്ങൾ കൊടുത്തിട്ട് നടക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ഇവിടെ നമ്മളെപ്പോഴും പോരാടുന്ന ഒരു ഭാഗത്ത് സാമ്രാജ്യത്വമായിരിക്കും, മറുവശത്ത് ഇസ്ലാമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന് ഈ പറയുന്ന വിഷയങ്ങളിൽ കൃത്യമായ ധാരണയും വീക്ഷണവുമുണ്ട്. സാമ്രാജ്യത്വം എന്ന് പറയുന്നത് സമ്പത്ത് വികേന്ദ്രീകരിക്കുകയല്ല, കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഭരണത്തെ നിയന്ത്രിക്കുന്നത്, ഭരണകർത്താക്കളായിരിക്കില്ല. അമേരിക്കയിൽ ഭരണം ഉണ്ടാകും, പക്ഷേ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഭരണകർത്താവായിരിക്കുകയില്ല, ഇത്തരം സമ്പന്നരായിരിക്കും. ഇന്ത്യയിൽ ഭരണമുണ്ടാകും, എംപിമാരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ അവരെ നിയന്ത്രിക്കുന്നവരായിരിക്കും ഇത്തരം ശതകോടീശ്വരന്മാരായ വലിയ വലിയ സമ്പന്നന്മാരായിരിക്കും. അവർ പറയുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ഉണ്ടായിരുന്നല്ലോ. ചില എംപിമാരെ, ചില നേതാക്കന്മാരെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ചില മണ്ഡലങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഇത്തരം ശക്തികളുടെ ആവശ്യപ്രകാരം, താല്പര്യപ്രകാരം അവരുടെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അവർ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ശ്രമിച്ചു എന്നതാണ്. അങ്ങനെ അവരിലൂടെ അത്തരം ആളുകൾ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നാം തിരഞ്ഞെടുത്തയക്കുന്ന ഭരണകൂടങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. എത്രമാത്രം ചർച്ച ചെയ്താലും നടക്കുകയില്ല.
പാർലമെൻറ്റ് കൂടണമെങ്കിൽ മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വേണം, കോടികൾ വേണം, ദിവസങ്ങൾ കോടാനകോടികൾ വേണം. അതൊക്കെ ഇങ്ങനെ തിന്നു തുലച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഓരോ വർഷം കഴിയുമ്പോഴും ബജറ്റ് കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ലാഭ ബജറ്റല്ലല്ലോ. ഞാൻ കേട്ടു ഖത്തർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ബജറ്റ് മിച്ചമാണ്, ബജറ്റ് കമ്മിയാണ്. യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ ഒരു സഹാബിയോട് പറഞ്ഞു, നിനക്കറിയണോ, അദ്ദേഹം പ്രയാസങ്ങളും മറ്റൊക്കെ പറഞ്ഞപ്പോൾ, നിനക്കറിയണോ ഒരു കാലം വരും കിസ്രയുടെ കൊട്ടാരങ്ങൾ തകർക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ ഖജനാവ് തകർക്കപ്പെടും. അന്ന് റസൂലുള്ളാഹിൻ്റെ കാലത്ത് കിസ്ര ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഇതുപോലെ ജനങ്ങളുടെ മുതൽ കൊള്ളയടിച്ച് തൻ്റെ ഖജനാവ് വീർപ്പിച്ച് വെച്ച രാജാവായിരുന്നു. സാധാരണക്കാർ ബുദ്ധിമുട്ടി കഴിയുകയായിരുന്നു. അന്ന് റസൂലുള്ളാഹി ഒന്നും പറയാൻ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദ ആണെന്ന് തോന്നുന്നു, ആ സഹാബിയോട് പറഞ്ഞു, ഒരു കാലം വരും. എന്നാണ് ആ കാലം? അന്ന് ഈ കിസ്രയുടെ ഖജനാവ് തകർക്കപ്പെടും, ജനങ്ങളുടെ കയ്യിലേക്ക് കാശ് ഒഴുകും, സമ്പത്തൊഴുകും. അങ്ങനെ സമ്പത്ത് ഒഴുകിയിട്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ ഈ കാശുമായി നടക്കും. നിങ്ങൾക്ക് വേണോ എന്ന് വാങ്ങാൻ ആളില്ലാത്തൊരവസരമുണ്ടാകും. അത്രയും സമ്പന്നത സാധാരണ ജനങ്ങൾക്ക് വരും. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ സഹാബി പറയുന്നു, പിന്നീട് ഞാനത് നേരിൽ കണ്ടു. റസൂലുള്ളാഹി അന്ന് പ്രവചിച്ച ആ പ്രവചനം നേരിൽ കണ്ടു. കിസ്രയുടെ ഖജനാവ് തകർക്കപ്പെട്ടു. ആ തകർക്കുന്ന സംഭവത്തിൽ ഞാനും പങ്കാളിയായിരുന്നു എന്ന് ആ സഹാബി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ സമ്പന്നരായി മാറി, ജനങ്ങൾക്കൊക്കെ ആവശ്യത്തിന് സമ്പത്ത് വന്നു. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ സാമ്രാജ്യത്വം, ഈ പറഞ്ഞ സാമ്രാജ്യത്വമാണ് വരുന്നത് എങ്കിൽ ഇത്തരം ആളുകളിലേക്ക് സമ്പത്ത് കുന്നുകൂടും. സാധാരണക്കാരൻ എന്നും താഴ്ന്നവനായി, അധപ്പതിച്ചവനായി, ഒന്നുമില്ലാത്തവനായി, ദാരിദ്ര്യവാസിയായി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി എത്ര വർഷമായി? ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പല സ്റ്റേറ്റുകളും എന്താണ് അവസ്ഥ? ബീഹാർ പോലുള്ള സ്റ്റേറ്റുകളിൽ ചെന്നാൽ അവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ കർഷകരാണ്. അവരുടെ ഇപ്പോഴും ടൗണുകളല്ലാത്ത ഒരിടത്തും കക്കൂസ് പോലുമില്ല. എന്നും കർഷകരായി, കൊയ്ത്തുകാരായി അവരുണ്ടാക്കുന്നത് സമ്പന്നർ വിലപേശി വാങ്ങിക്കൊണ്ടുപോയി ഇവർക്ക് തുച്ഛമായ എന്തെങ്കിലും കൊടുക്കുകയാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിലേക്കൊക്കെ ചെന്നാൽ റിക്ഷ ചവിട്ടുന്നവരെ കാണാം. മതവും ജാതിയും അവിടെ ഇല്ല, എല്ലാ മതക്കാരുമുണ്ട്. സിഖുകാരനും ബുദ്ധനും ജൈനനും എല്ലാവരുമുണ്ട്, മുസ്ലിമും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ആളുകൾക്കൊന്നും ഇതിനൊരു മോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. അവരുടെ വസ്ത്രം അഴുക്ക് പിടിച്ച് അവരെ എന്നും റിക്ഷ ചവിട്ടി എന്നും അങ്ങനെ തന്നെ മരണപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. അവരോട് സംസാരിച്ചാൽ അവർ പറയും, ഈ റിക്ഷയ്ക്കപ്പുറം വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ റിക്ഷ വലിച്ചു, ഞാനും വലിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മകനും അതാണ് വഴി. ഇതിനപ്പുറം വേറെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളുടെ അവസ്ഥ. ഇതാണ്. എന്നാൽ ആ ഭരണത്തിൻ്റെ സുഖം ചില ആളുകൾക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, 2G സ്പെക്ട്രം അഴിമതിയിൽ 1.25 ലക്ഷം കൊണ്ടുപോയ ആളുകൾ, അവരൊക്കെ സുഖലോലുപന്മാരായി അവരുടെ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സാധാരണക്കാരനോ, അവൻ വോട്ട് ചെയ്യണം. ആർക്ക്? ആ വോട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നൽകുമെന്നല്ലാതെ മറ്റൊരു പരിഹാരവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായ അസന്തുലിതത്വം. അതിന് ഇസ്ലാം താല്പര്യപ്പെടുന്നത്, ഇസ്ലാം യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ മതമാണ്. എല്ലാ മേഖലയിലും മനുഷ്യത്വം ഇസ്ലാം വളരെയേറെ താല്പര്യപ്പെടുന്നു. ലഖദ് കറംനാ ബനി ആദം, അള്ളാഹു പറഞ്ഞു, നാം ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നാം അവരെ ഭൂമിയിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചു, ഭൂമിയിലും കരയിലും കടലിലും യാത്ര ചെയ്യാൻ അനുവദിച്ചു. നാം റസഖ്നാഹും മിനത്ത് തയ്യിബാത്ത്, അവർക്ക് നാം നല്ല ഭക്ഷണം നൽകി, നല്ല പദാർത്ഥങ്ങൾ നൽകി അവർക്ക്. ഇതൊക്കെ വേണം, ഇത് മനുഷ്യന് നൽകുകയാണ് അള്ളാഹു താല. പക്ഷേ അള്ളാഹു നൽകുന്ന ആ സംഗതിയെ ഇത്തരം സമ്പന്നന്മാർ അവർ ക്രോഡീകരിച്ച് ഇതിനെ സ്വാംശീകരിച്ച് ഇവരുടെ സമ്പത്തായി കുന്നുകൂട്ടി കൊണ്ടുപോകുമ്പോഴാണ് ഈ സാമ്പത്തിക അസന്തുലിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അള്ളാഹു വേറെയും പറയുന്നുണ്ട്. ഇത്തരം ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മനുഷ്യരുടെ കൂടെയാണ്. മനുഷ്യൻ എങ്ങനെയാവണം, അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യൻ എന്ന പരിഗണനയിൽ അവന് നിരന്തരമായി അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സൂചനകൾ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ് മനുഷ്യൻ ഈ നീതിയും ഈ പറയുന്ന ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ജോലി അത് പറഞ്ഞു. ഈ പ്രയാസം, അത് ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ആരുമാവട്ടെ, ഇവൻ്റെ പ്രയാസവും ദുരിതവും ആര് നീക്കിക്കൊടുക്കും? ആരാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു?
അവർക്കൊക്കെ എല്ലാത്തിനും ന്യായീകരണം ഉണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടി 5 വർഷം ഇലക്ഷൻ തിരഞ്ഞെടുത്ത് നിയമസഭയിൽ അധികാരത്തിൽ വന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹം അവതരിക്കുന്ന ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറയും ഇത് ജനദ്രോഹ ബഡ്ജറ്റാണ് എന്ന് പറയും. അതാണ് ആകെയുള്ള ഒരു പോയിന്റ്, അതാണ് ജനദ്രോഹ ബഡ്ജറ്റ്. ഞങ്ങളിതാ സഭ മുടക്കുകയാണ്, സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന നാടകം അതാണ്. 5 വർഷവും ഇവരുടെ പരിപാടി ഇതാ. ഇപ്പുറത്ത് നിന്നിട്ട് സഭ മുടക്കുക, സഭ തടസ്സപ്പെടുത്തുക, മുദ്രാവാക്യം വിളിക്കുക, സ്പീക്കറെ തടയുക, ഇത് തന്നെ പരിപാടി. എന്ത് കൊണ്ടുവന്നാലും ഇവർ എതിർത്തുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ താല്പര്യം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ എതിർക്കുക എന്നതാണ്. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ രീതി അനുസരിച്ച് ജനങ്ങൾ മടുക്കും, മറ്റവരെ കയറ്റും. അവരിങ്ങോട്ടൊന്ന് മുഖ്യമന്ത്രിയായി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ പ്രതിപക്ഷമായിട്ടുണ്ടാവും. അദ്ദേഹം എഴുന്നേറ്റെന്ന് പറയും ഇത് ജനദ്രോഹ ബജറ്റാണ്. ഒരു വാക്കിനോ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഉണ്ടാവില്ല. ഉടനെ തന്നെ അവർ തുടങ്ങും വാക്കൗട്ട്, മുദ്രാവാക്യം, അതുപോലെ എന്താണ് ബാക്കി ഹർത്താൽ എല്ലാം തുടങ്ങി. ഇതാണ് നമ്മുടെ നാട്ടിൽ, ഈ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സാധാരണക്കാരൻ്റെ ഈ പ്രതിസന്ധികളിലോ പ്രയാസങ്ങളോ എവിടെയും ചർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ വളരെ വലിയ പ്രസംഗങ്ങൾ, തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടങ്ങൾ വിശദീകരിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ എല്ലാവരും നടത്താറുണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ ഈ പ്രയാസമോ പ്രതിസന്ധിയോ എവിടെയും ചർച്ച ചെയ്യപ്പെടാറില്ല. അള്ളാഹു പറഞ്ഞതെന്താ? ഈ പ്രതിസന്ധിയും പ്രയാസവും നിങ്ങൾ കേട്ടില്ലെങ്കിൽ, പരിഹാരം നിങ്ങൾ നിർദ്ദേശിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെന്തു മനുഷ്യനാണ്? നിങ്ങളെന്തു മനുഷ്യനാണ്? ഒമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖൽവാലിമി അഹ്ലുഹാ. യഥാർത്ഥത്തിൽ ഇങ്ങനെ അക്രമികളുടെ ഭരണത്തിന് കീഴിൽ ഈ സാധാരണക്കാരൻ, മതമില്ലാത്തവൻ, മതമുള്ളവൻ, ജാതിയുള്ളവൻ, ഇല്ലാത്തവനും വെള്ളക്കാരനും അല്ലാത്തവനും ഒക്കെ, വെളുത്തവനും കറുത്തവനും ഒക്കെ ഞെരിഞ്ഞമരുകയാണ്. ഞങ്ങൾക്ക് അരി വാങ്ങാൻ നിവൃത്തിയില്ല, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, ചായ കുടിക്കാൻ നിവൃത്തിയില്ല, പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ല, ഞങ്ങളെ മക്കളെ സ്കൂളിൽ അയക്കാൻ നിവൃത്തിയില്ല. എല്ലാത്തിനും ഭയങ്കര ഫീസാണ്. ഡോക്ടറെ കാണണമെങ്കിൽ കൈക്കൂലി, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കൈക്കൂലി, എന്തിനും കൈക്കൂലിയാണ്. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖൽവാലിമി ളാലിമി അഹ്ലുഹാ. ഇവർ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അള്ളാഹു പറയുന്നു ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തേ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാത്തത്? നമ്മുടെ സംഘടനകൾ, നമ്മുടെ സമുദായ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ ആലോചിക്കണം. ഇതിന് പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായും മുൻ രംഗത്ത് വന്നാൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. ഈ നേരത്തെ കൊണ്ട് നടക്കുന്ന വിരോധവും മുൻവിധിയും ധാരണയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ സമൂഹത്തിന്, സമുദായത്തിന്, ഈ രാജ്യത്തിന്, ഈ ലോകത്തിന് നന്മ പകരാൻ വേണ്ടി ഒരു കൂട്ടായ തീരുമാനം വന്നാൽ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നന്മ, മനുഷ്യന് നീതി, അതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം. അവിടെ അള്ളാഹു ഈ ലോകത്ത് മനുഷ്യൻ നന്മയും നീതിയും നടപ്പാക്കുന്നിടത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല. മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ലോകത്ത് എല്ലാ പരിഗണനയും അവന് കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതാ തബഖ്ത മിർഖതൻ ഫഅക്സിർ മാഅഹ. നീ കറി വെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ചോ, ഇതിൻ്റെ അയൽക്കാരൻ കൂടി കൊടുത്തോ. നീ വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ട്, നീ അറിഞ്ഞുകൊണ്ടാണ് വയറു നിറയ്ക്കുന്നതെങ്കിൽ നീ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ നീതിയുടെ ഭാഗമാണിതെല്ലാം. പക്ഷേ ഇതൊക്കെ ഇന്ന് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ അവരവരുടെ ജോലി നിർവഹിക്കാൻ, അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ രംഗത്ത് വരണം. ഈ സാമ്രാജ്യത്വ കുത്തക ഭീമന്മാർക്ക് നിയന്ത്രണം വിട്ടുകൊടുക്കരുത് എന്നാണ് നമ്മുടെ ആവശ്യം. മറിച്ച് ഇവർ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഭരണം നടത്തുന്നതിന് വരുമ്പോൾ സ്വാഭാവികമായും ഇതിന് പരിഹാരമുണ്ടാകും. ഇസ്ലാം പ്രധാനമായി സമ്പത്ത് വരുന്നത് 4 മേഖലകളാണ്. 1 ഉൽപ്പാദനമാണ്, 2 വിപണനമാണ്, 3 വിതരണമാണ്, 4 ഉപഭോഗമാണ്. ഈ 4 വഴികളുണ്ട് ക്രയാവിക്രയ രംഗത്ത്. അതിൽ ഈ ഉൽപ്പാദനത്ത് 4 തലങ്ങളിൽ ഏറ്റവും പ്രധാനം ഉൽപ്പാദനമാണ്. സമ്പത്ത് ഉണ്ടാക്കുന്ന മാർഗങ്ങളാണ്. ആ ഉൽപ്പാദനം കുറ്റമറ്റതും കാര്യക്ഷമമാകണമെങ്കിൽ ആര് വരണം? ഈ പറഞ്ഞ ഭരണാധികാരികൾ നീതിമാന്മാരായി ഭരണം ഏറ്റെടുത്ത് നടക്കണം. അതല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള ആളുകൾ നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ സാധാരണ തമാശയ്ക്ക് പറയാറുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രിയെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരെ പറ്റി അവർ പറയണം, അവിടെ നിന്ന് പറയണം, കൽപ്പന ഉണ്ടാകണമെങ്കിലേ ഇവർ അനങ്ങുകയുള്ളൂ എന്ന്. അവർ പറയുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാക്യങ്ങൾ. യഥാർത്ഥത്തിൽ നമുക്ക് ലജ്ജ തോന്നും പലപ്പോഴും. ഈ ഇത്തരം ആളുകൾ, ഈ വലിയ സാമ്രാജ്യ ശക്തികളൊക്കെ വരുമ്പോൾ ഇവരുടെ മുന്നിൽ നമ്മുടെ നേതാക്കന്മാർ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കേണ്ട ഒരു ഗതികേടും യഥാർത്ഥ ഇന്ത്യ രാജ്യത്തിനില്ല. പക്ഷേ നമ്മുടെ ഭരണകൂടങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു അടിമത്വ മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു.
ഉൽപ്പാദന രംഗത്ത് ഇസ്ലാം ശക്തമായി ഇടപെടുന്നുണ്ട്. അള്ളാഹു പറയുന്നത് ഹുവല്ലദീ ജഅലകുമുൽ അർദ ദലൂല ഹുവല്ലദീ ജഅലകുമുൽ അർദ ദലൂലൻ ഫംശു ഫി മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. നിങ്ങൾക്ക് ഭൂമിയെ നാം അധീനപ്പെടുത്തി തന്നു. ഫംശു ഫി മനാകിബിഹ, അതിനാൽ അതിൻ്റെ വിരിമാറിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ, സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൃഷി ചെയ്യണം, നിങ്ങൾ അതിൽ അധ്വാനിക്കണം, ആ മണ്ണിൽ നിങ്ങൾ പൊന്നു വിളയിക്കണം. അതാണ് ശരിക്കും താല്പര്യം. എന്തൊക്കെ ചെയ്യാൻ സാധ്യമാകുമോ അതൊക്കെ നിങ്ങൾ അവിടെ അതിൽ നിന്ന് വിളയിക്കണം, ഉണ്ടാക്കണം. അത് കൃഷിയാവാം, സ്വർണ്ണമാകാം, ഖനനമാകാം, കരണ്ടാവാം, എന്തും നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കണം. അത് ഇനി ബസ്സും കാറും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. എല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റും കാറും ബസ്സും എല്ലാം മണ്ണിൽ നിന്നാണ് വരുന്നത്. ഈ മണ്ണ് കുഴിച്ചുണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞു ഫംശു ഫി ബനാകിബിഹ, അതിനാൽ അതിൻ്റെ വിരിമാറിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം, നിങ്ങൾ അതിലൂടെ അധ്വാനിക്കണം. എന്നിട്ടോ അങ്ങനെ അധ്വാനിച്ചിട്ട് വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ, നിങ്ങൾ അതിൻ്റെ റിസ്ക്, അതിൻ്റെ വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം, ആഹരിക്കണം, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്നിലേക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഉൽപ്പാദനത്തിന് ഇസ്ലാം ശക്തമായ ഇടപെടലാണ്. ഇവിടെ നൽകുന്ന സന്ദേശം എന്താ? കഠിന അധ്വാനത്തിന് മനുഷ്യൻ തയ്യാറെടുക്കണം. ഈ കഠിന അധ്വാനം വികേന്ദ്രീകരിക്കപ്പെടണം. അങ്ങനെ ഉള്ളവനുള്ളതുപോലെയും ഇല്ലാത്തതുപോലെയും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി അവൻ ആഹരിക്കാൻ, അവന് വിഭവങ്ങൾ കണ്ടെത്താൻ അവസരങ്ങൾ ഉണ്ടാവണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഇതാണെങ്കിൽ തകർക്കപ്പെടുകയാണ്. ഒരു പെട്ടിക്കടക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെറിയൊരു പലചരക്ക് കടക്കാരൻ, കച്ചവടക്കാരൻ യഥാർത്ഥത്തിൽ ഇത് പൂട്ടുകയാണ്. നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ 50% പറഞ്ഞല്ലോ, അതൊക്കെ പൂട്ടിയിട്ടുണ്ട്. കാരണം പിന്നെ അവിടെ ആരും പോവില്ല. ഈ വലിയ വലിയ മാളുകളിലേക്കേ പോവുകയുള്ളൂ. അവിടെ പോയി ഉള്ളതും ഇല്ലാത്തതൊക്കെ വലിച്ചു വാരിയിടും, ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു വാരിയിടും. കാര്യം എല്ലാം നല്ല ആകർഷണീയമായിരിക്കും. സ്ത്രീകളൊക്കെ കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് തള്ളു വണ്ടി ഉണ്ടാവും. ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടന്നാൽ എല്ലാം ഇങ്ങനെ പറ പറഞ്ഞിടും. കാര്യം പരസ്യം അങ്ങനെയാണല്ലോ വരുന്നത്. TV-യിൽ പരസ്യം അങ്ങനെയാണ് വരുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ഭർത്താവിൻ്റെ ചങ്ക് പൊട്ടിപ്പോവും. എന്താണ് എന്തിനാ എന്ന് ചോദിച്ചു പോകും. അപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ വലിച്ച് ചരിച്ചിട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ താല്പര്യം അതാണ്. അവനുണ്ടാക്കിയ എന്ത് അന്തവും കുന്തവും മുഴുവനും ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക. അതിന് കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യം. നമ്മുടെ നാട്ടിലെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. താരൻ ഇല്ലാതാവാൻ പരസ്യം. അതിങ്ങനെ തേച്ചാൽ ഉടൻ താരം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. അത് തേച്ചാൽ ഉടനെ മുടി ഇങ്ങനെ വളർന്നു വരുന്നു, മുടിക്ക് ഇരുമ്പിൻ്റെ ശക്തിയാവുന്നു, പേനൊക്കെ കൊഴിഞ്ഞു പോകുന്നു. എന്തൊരു പരസ്യമാണ്! ആരുടെയെങ്കിലും താരൻ ആ മരുന്ന് വെച്ച് പോയിട്ടുണ്ടാവുമോ? സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സോപ്പ് എത്ര പരസ്യമാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും സൗന്ദര്യം ആ സോപ്പ് തേച്ചാൽ വർദ്ധിക്കുമോ? ഇങ്ങനെ പല സാധനങ്ങളും ഒരാവശ്യവുമില്ലാതെയുള്ള അനാവശ്യമായ പരസ്യങ്ങളിലൂടെ ഇത്തരം ആളുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. എന്താ? അവരുടെ സമ്പത്ത് ഇവർ കവർന്നെടുക്കുകയാണ്. കടം വാങ്ങിയും പലിശയ്ക്ക് വാങ്ങിയും ഒക്കെ കവർന്നെടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ പിന്നെയും കടക്കാരൻ, ദാരിദ്ര്യവാൻ. നിങ്ങൾക്ക് എന്നെക്കാളും അറിയുമല്ലോ, നാട്ടിൽ ചിലവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമല്ലോ. നിങ്ങൾ ഗൾഫുകാരാണ്. ഈ ഗൾഫിൽ നിങ്ങൾ മണലാണ് അധ്വാനിക്കുന്നു. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ ഗൾഫുകാരാണ്, എപ്പോഴും ഗൾഫുകാരനാണ്. ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന ഒരു അഭിമാനബോധം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സാധാരണ കൂലിപ്പണിക്കാരന്, കച്ചവടക്കാരൻ്റെ ഒന്നും ഒരു രീതിയായിരിക്കില്ല അവർക്ക്. ഭാര്യ പറയും, എന്നാലും നിങ്ങൾ ഗൾഫിലല്ലേ എന്ന് പറയും. എത്ര കൊടുക്കണം കല്യാണത്തിന്? 500 കൊടുത്താൽ മതിയോ? നിങ്ങൾ ഗൾഫുകാരനല്ലേ എന്ന് ചോദിക്കും ഭാര്യ. എന്നുവെച്ചാൽ ഒരു അഭിമാനം ഇങ്ങനെ വരെയാണ് മനസ്സിൽ. എന്നാൽ പിന്നെ 1000 കൊട്. 1000 മതിയോ? എന്നാൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യും? ഇത് കൊടുത്ത് നമുക്കൊരിക്കലും നാട് വിട്ടു പോകാൻ പറ്റില്ല. ഗൾഫിൽ വന്ന് പോയാൽ ഇവിടുത്തെ നിൽക്കേണ്ടി വരും. പലരുണ്ട്, പല ആളുകളുമുണ്ട് 20 വർഷം 30 വർഷമായി ഇങ്ങനെ കിടക്കണം. നാട്ടിൽ വരുമ്പോഴോ ഒരു ഗൾഫുകാരനാണ്, അത്രയൊക്കെ പൂശി ഒരു സ്പ്രേ ഒക്കെ അടിച്ചിങ്ങനെ നടക്കണം, വസ്ത്രമൊക്കെ ഇട്ടിട്ട്. അല്ലെങ്കിൽ മോശമല്ലേ? ഗൾഫുകാരനെ മോശമാണ്. എത്ര മാസത്തെ ലീവിനാണ് വന്നത്? നാട്ടിൽ നിങ്ങളൊക്കെ വന്ന 2 ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എപ്പോഴാണ് വന്നത്? ഇന്നലെ. എപ്പോഴാണ് പോകണമെന്ന് ചോദിക്കും. ഞാൻ ഇനി പോകണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗതികേടാണ്, നാണക്കേടാണ്. അതുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറയും. നോക്കട്ടെ, വരട്ടെ, പോണ്ട എന്ന് മനസ്സിലായി വന്നത് ഇയാൾ. പക്ഷേ എന്നാലും വരട്ടെ, നോക്കട്ടെ, ഇനി പോണില്ല എന്ന് പറഞ്ഞാൽ എന്താ പോവാത്തത് എന്ന് ചോദിക്കും. കാര്യം ഇവർ ഗൾഫെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമെന്ന് കരുതിയിരിക്കുകയല്ലേ. എന്താ പോവാത്തത്? പാവം 2 മാസം കഴിയുമ്പോൾ ഈ കുറേ വർഷം ഗൾഫിൽ നിന്നാൽ പിന്നെ നാട്ടിലൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു പുതിയ പെട്ടിക്കട പോലും തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അവൻ പിന്നെ എന്ത് ചെയ്യും? 6 മാസം ലീവിന് വന്നവൻ 3 മാസം ആകുമ്പോൾ എല്ലാം വെട്ടിച്ചുരുക്കിയതാകെ പോകും, തിരിച്ചു പോയി. അവൻ്റെ ഭാര്യയും മക്കളും നാട്ടിൽ, അവൻ ഇവിടെ ഗൾഫിൽ. അധ്വാനത്തോടെ അധ്വാനം, കടം ഒരിക്കലും മാറുന്നില്ല. 20 വർഷം 30 വർഷമായി. 1 ലക്ഷം കടം തീർക്കാൻ വന്നവൻ ഇപ്പോഴും 10 ലക്ഷം കടക്കാരനാണ്.
ഞാൻ കണ്ടു കുറേ ആളുകൾ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ നാട്ടിൽ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം റേഡിയേറ്റർ വണ്ടി റീകണ്ടീഷൻ ചെയ്താൽ അയാൾക്ക് ശമ്പളം കിട്ടിയിരുന്നത് അന്ന് ഒരു ദിവസം 80-90 രൂപ കിട്ടും. അത് മതി ചിലവിന്. പക്ഷെ അതുപോരാ. അയാൾ 1 ലക്ഷം, അന്ന് വിസയ്ക്ക് ഭയങ്കര പൈസയാണ്, 10-20 വർഷം മുമ്പ് അയാൾ ഒരു 1.5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് അന്ന് ഗൾഫിൽ വന്നു, UAE-ലെത്തി. അയാൾ ഇന്ന് 17-18 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം അയാൾക്ക് ആകെ കടം 9 ലക്ഷം രൂപ കടമാണ്. നിങ്ങൾ നോക്കൂ, ഒരു കടവുമില്ലാതെ അൽഹംദുലില്ലാഹ് 90 രൂപ 100 രൂപ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരുത്തൻ 1.5 ലക്ഷം രൂപ കടം വാങ്ങി വിസയും ടിക്കറ്റും ഒപ്പിച്ച് ഗൾഫിൽ വന്നു. ഇപ്പം 10-17 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. എന്താ കാരണം? കടം ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ, ഗതികേട് ഇതാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കഠിന അധ്വാനത്തിന് ഇസ്ലാം നൽകുന്ന സന്ദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിലൂടെ ഉള്ളത്. അതുമാത്രമല്ല, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടരുത്, ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ ഉപയോഗപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു താല്പര്യപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്ത് ഭൂമിയുടെ സമതുലിതാവസ്ഥ, സൂര്യൻ്റെ സന്തുലിതാവസ്ഥ ഇതൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെറ്റപ്പെടുന്നതോടുകൂടെ നമ്മുടെ ഈ ക്രമങ്ങൾ, ഉൽപ്പാദനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഉൽപ്പാദനം ഇല്ലാതെ വരുന്നു, ചൂട് വർദ്ധിക്കുന്നു, മഴ കുറയുന്നു, അതുപോലെ കൃഷിയിടങ്ങൾ കൃഷി യോഗ്യമല്ലാതായി മാറുന്നു, വെള്ളത്തിന് ഉപ്പുരസം വരുന്നു, ഇങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന കാരണം വെച്ചാൽ അമിതമായ ഇത്തരം പ്രകൃതികളെ ചെയ്യേണ്ടത് ചെയ്യാതെ ചൂഷണങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥയാണ്. നമ്മൾ ഗൗരവമായി ഇത് ആലോചിക്കണം. യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഇത്തരം അഹങ്കാരികളെ, ഇങ്ങനെ ഏകാധിപതികളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത്തരം സമ്പത്ത് കുന്നുകൂട്ടി വെച്ച് സാധുക്കൾക്ക് കൊടുക്കാതിരിക്കുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും പഠിപ്പിക്കുന്നത് ഈ സാമ്പത്തിക നീതി എന്ന വിഷയത്തിൽ ജനങ്ങളിലേക്ക് ഈ സമ്പത്ത് ഇറക്കണം. അവന് ബാങ്കിൽ ഡെപ്പോസിറ്റായി മുഴുവൻ പൈസയും കുന്നുകൂട്ടി വെച്ച് സാധാരണക്കാരന് കൊടുക്കാതിരിക്കാൻ പാടില്ല. അവൻ സക്കാത്ത് ഇനത്തിൽ കൊടുക്കണം, സദക്ക ഇനത്തിൽ കൊടുക്കണം, ആവശ്യമെങ്കിൽ ആവശ്യമുള്ളത് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഓരോ ആളുകളും ശ്രമിക്കണമെന്നാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം. പൊതുഖജനാവുകൾ ആ തരത്തിൽ സൂക്ഷിക്കപ്പെടണം. അത് അഴിമതിയുടെയും കട്ടെടുപ്പിൻ്റെയും കള്ളത്തിൻ്റെയും ചതിയുടെയുമായി മാറാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഇസ്ലാം വളരെ കർശനമായി ഈ സാമ്പത്തിക രംഗം നീതിപൂർവമാക്കാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. സമ്പത്തിൻ്റെ പൊതുഖജന ഒരിക്കൽ ഒരു സഹാബിയെ സക്കാത്ത് പിരിക്കാൻ അയച്ചു. അദ്ദേഹം സക്കാത്തുമായി മടങ്ങി വന്നു, കണക്ക് പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്, അദ്ദേഹം മാറ്റിവെച്ചു, ഇതെനിക്കുള്ളതാണെന്ന് പറഞ്ഞു. നിനക്ക് എങ്ങനെ കിട്ടി? അത് ഞാൻ സക്കാത്ത് പിരിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. റസൂലുള്ളാഹി മിമ്പറിൽ കയറി പ്രസംഗിച്ചു, ഇവൻ അവൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയിരിക്കട്ടെ, അവൻ്റെ ഉപ്പയുടെ വീട്ടിൽ പോയിരിക്കട്ടെ, ഈ പൊതി കിട്ടുമോ എന്ന് നോക്കാം. ആളുകൾ സമ്മാനം കൊടുത്തതാ. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ആ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയതാണ്. നീ എന്തിനാണ് പോയത്? സക്കാത്ത് പിരിക്കാനാണ്. നീ വീട്ടിലിരുന്നെങ്കിൽ ഈ സംഭാവന നിനക്ക് കിട്ടുമായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അത് തിരിച്ചു വെപ്പിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു, പൊതു ഖജനാവ് കൊള്ളയടിക്കുക, കക്കുക എന്ന് പറയുന്നതിന് എത്ര ഗൗരവമായി കാണിച്ചു, എത്ര ഗൗരവം പറഞ്ഞു. ഒരു ഗോത്രക്കാരി ഒരു ഉന്നത കുടുംബക്കാരനെ അവരത്ത് മോഷ്ടിച്ചു. അപ്പോൾ റെക്കമെൻഡുമായി ഉയർന്നുയർന്ന ആളുകൾ വരികയാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ. റസൂലുള്ളാഹി പറഞ്ഞു, പറ്റുകയില്ല, വല്ലാഹി അല്ലാഹുവാണ് സത്യം, എൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ അവരുടെ കൈ മുറിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധൈര്യമുണ്ടോ ഇതൊക്കെ നടപ്പാക്കാൻ? അങ്ങനെ നടപ്പാക്കിയാൽ തീർച്ചയായും ഇത് നടപ്പാവും. ഇത് കൊള്ളയടിക്കുന്നവൻ മാന്യനായി പിന്നെയും വരുമല്ലോ. നമ്മൾ കാണുന്നില്ലേ എന്തൊക്കെ PJ കുര്യൻ അത് ഇത് മറിച്ചത് മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് കുടുംബത്തോടെ കേൾക്കാനോ വായിക്കാനോ പറ്റാത്ത കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പറയുന്നത് എന്തൊക്കെയാണ്? ഇതൊന്നും ഇവിടെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ചിന്തിച്ചാൽ അത് ഇസ്ലാമിനെ അംഗീകരിച്ചത് ആയി പോകില്ല എന്നാണ്. അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അംഗീകരിക്കേണ്ടി വരണമെങ്കിൽ നമ്മൾ മുസ്ലിം സമുദായം, മുസ്ലിം സംഘടനകളും മാറ്റത്തിൽ തയ്യാറെടുക്കണം. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് അവിടെ അത് പറഞ്ഞ് ഇവിടെ ഇത് പറഞ്ഞ് മറ്റത് പറഞ്ഞൊക്കെ നിൽക്കാതെ നമ്മൾ സംഘടിച്ച് വന്നാൽ, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയാൽ ഇവരിത് മാറ്റം വരുത്തും. നിങ്ങൾ നോക്കൂ, ഈ ഡൽഹിയിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തിട്ട് പറഞ്ഞ് കൊല്ലപ്പെട്ട പെൺകുട്ടിയെ പറ്റി എന്തൊക്കെ ചർച്ച വന്നു. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി ഡൽഹിയിൽ മാത്രമല്ലേ സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു പ്രത്യേക സമയത്തായപ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ തെരുവുകളിൽ ആയിരക്കണക്ക് പെൺകുട്ടികൾ, പാവങ്ങളായ പെൺകുട്ടികൾ, എട്ടും പെട്ടും തിരിയാത്ത പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൂര്യനെല്ലി മാത്രമൊന്നുമല്ല നമ്മളെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് താല്പര്യം തോന്നുമ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കാർഡുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിലൊക്കെ കാർഡുകളുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ മറ്റവനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ കാർഡ് എടുക്കും, മിണ്ടരുത്, ഇതാ കാണിക്കും. അത് കാണിക്കുന്നതോടുകൂടി ആ ചർച്ച ഇങ്ങനെ പൊങ്ങി വരും. കുറച്ച് കാലം ചർച്ച നിൽക്കും. അപ്പം മാവോവാദി അവിടെ വരും. ഉടനെ തന്നെ ഇവിടെ വയനാട് മാവോവാദി വരും, അല്ലെങ്കിൽ മറ്റിടത്ത് മാവോവാദി വരും.
5 ആളുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പെണ്ണുണ്ട്, ലഘുലേഖ വിതരണം ചെയ്തു, തോക്ക് കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫോഴ്സും, ആ ഫോഴ്സും ഈ ഫോഴ്സും ഒക്കെ വന്നു. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ചാനലുകാരെല്ലാം. അവസാനം ഇപ്പോൾ ഒന്നുമില്ല. അവസാനം പാവം നിലമ്പൂരിൽ നിന്ന് ബസ്സിൽ കയറി വന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ കണ്ടെടുക്കാൻ വേണ്ടി. നമ്മൾ ഭരണക്കാർക്ക് എന്താ, പ്രതിപക്ഷത്തിനെന്താ? ഒരു മുസ്ലിം പേരായിട്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവിടെ നടക്കുന്ന പുകിലെന്ന് ആലോചിച്ച് നോക്കി. അത് മുസ്ലിമിൻ്റെ പേരാണ് നമ്മൾ കണ്ടത്. പിന്നെ അവരുടെ ലിസ്റ്റിൽ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. അപ്പോൾ ഈ കാർഡുകൾ വെച്ച് കളിക്കുകയാണ് ഭരണക്കാർ. അത് ഞാൻ ഏത് പാർട്ടി എന്ന് പറയുന്നില്ല, എല്ലാ പാർട്ടിക്കാരും കളിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ, അല്ല ഒരു സൂര്യനെല്ലിയോ അല്ലെങ്കിൽ ഒരു ഡൽഹി പെൺകുട്ടിയോ മാത്രമല്ല. പക്ഷേ ഇസ്ലാം എന്താ പറഞ്ഞത്? ഇത്തരം സംഗതികൾ വന്നാൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു ഇസ്ലാം. വളരെ കർശനമായ നിലപാടുകളാണ്. ഇതിനൊക്കെ എത്ര സർക്കാർ ചെലവാക്കേണ്ടി വരും ഇത്തരം സംഗതികൾക്ക്? അതേസമയം നിരപരാധികൾ എപ്പോഴും ക്രൂശിക്കപ്പെടും, അപരാധികൾ എപ്പോഴും രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സംവിധാനം. ഇവിടെയൊക്കെ ഭരണത്തിൻ്റെ ഇടപെടലുകൾ, സ്വാധീനങ്ങൾ ശരിയായി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ നിർത്തുകയാണ്, ഞാൻ പറയുന്നു, ഈ രാജ്യം, നമ്മുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇസ്ലാം പരിഹാരം തന്നെയാണ്. അതിന് ഇത് കട്ട് കൊള്ളയടിക്കുന്ന ആളുകളെ കടിഞ്ഞാനിടാൻ സർക്കാരിന് കഴിയണം, ഭരണാധികാരികൾ കഴിയണം. രണ്ടാമത്, ഈ സമ്പത്ത് ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും വികേന്ദ്രീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. 3, ഭൂമി, നമ്മുടെ കൃഷിയോഗ്യമായ ഭൂമികൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. ആ കൃഷി, അതിനുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ കൃത്യമായി വിതരണത്തിന് തയ്യാറാകണം. അങ്ങനെയൊക്കെ സിസ്റ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, പൊതു ഖജനാവ് സൂക്ഷിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ, കക്കുന്നവനെ പിടിക്കാൻ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം സാമ്പത്തിക നീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും സാധിക്കും. തെളിവ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ ഒരു സൂചന മാത്രം എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ, ആലോചിക്കാൻ, ചിന്തിക്കാനൊക്കെ വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്. ഇതൊരു വിവാദത്തിന് വഴിവെക്കാനല്ല. നമുക്ക് യഥാർത്ഥം ഓർക്കുമ്പോൾ സങ്കടം തോന്നും, കരച്ചിൽ തോന്നും. നമ്മുടെ ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മുടെ സംഘടനകൾ ധാരാളം പൈസ കൊണ്ടുവന്ന് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറകളെ? അവനോട് മിണ്ടരുത്, അവനോട് സലാം പറയരുത്, ഇവനെ തുടരരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ ഇവർ ധിക്കരിക്കുകയാണോ ചെയ്യുന്നത്? റസൂലിനേക്കാൾ വലിയ ആളുകൾ ഇപ്പോൾ വളർന്നു വരികയാണ്. റസൂലല്ല ഏറ്റവും വലിയ മാതൃക, മറ്റേയാളാണ് വലിയ മാതൃക, മറ്റേയാളാണ് വലിയ മാതൃക എന്ന് പോലും പറയുന്നു. റസൂല് പറഞ്ഞ റസൂലോ മറ്റേയാൾ പറഞ്ഞോ? ഞാൻ കാസർഗോഡ് പോയപ്പോൾ ഒരു പള്ളിയിൽ ഒരാളെ കണ്ടു, ഒരു വലിയ ഉസ്താദിനെ കണ്ടു. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മളെ പദ്ധതി, പരിപാടി, ഇമാംസ് കോഴ്സ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, വലിയ പണ്ഡിതനാണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, മറ്റേ നേതാവ് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാവ് പറയണം എന്തെങ്കിലും ചലിക്കണമെങ്കിൽ. അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞാൽ പോരാന്നാ. അള്ളാഹുൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് ഇതല്ല, ഇങ്ങനെ തമ്മിലടിക്കാനല്ല, മറിച്ച് നിങ്ങൾ ഐക്യപ്പെട്ട് ഈ സമൂഹത്തിന് ഗുണകരമായ വർക്കുകൾ നിങ്ങൾ നടത്തണമെന്നാണ്. അള്ളാഹു ഈ സമുദായത്തിന് ചിന്തിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ മദ്രസ വിദ്യാഭ്യാസമൊക്കെ പരിശോധിച്ചാൽ വളരെ വളരെ പരിതാപകരമാണ്. 2 or 3 മദ്രസ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു? ഏതെങ്കിലും സിലബസ് പഠിപ്പിക്കാൻ സാധിക്കുമോ? അവിടെ എല്ലാം എന്തെങ്കിലും ഒരു വിഷവും കുത്തിവെക്കുന്ന ഒരു സമീപനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. മാത്രമല്ല പഴഞ്ചൻ സിലബസാണ്. കുട്ടികളാകെ മാറിയിരിക്കുന്നു, ആധുനിക ടെക്നോളജികൾ വന്നിരിക്കുന്നു. ആ കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള സിലബസുകൾ വരുന്നില്ല. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നു, എന്തിന് തമ്മിലടിക്കാൻ? അവനെ എങ്ങനെ എപ്പോഴും അതാണ് ചിന്ത. അവൻ എങ്ങനെ മറുപടി പറയണം? ഇത് മാത്രമാണ് ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്, ഈ സമൂഹത്തിന് നല്ലത് ഏറെ ചിന്തിക്കാൻ, അത് പ്രവർത്തിക്കാൻ നല്ല ആരോഗ്യകരമായ ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുസ്ലിം സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐക്യത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നവരായി അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ അല്ലാഹു മാറ്റുമാറാകട്ടെ. സംഘടനാ സങ്കുചിതകൾ വെടിഞ്ഞ് മുസ്ലിം സമുദായം, അതുപോലെ മറ്റ് പിന്നോക്ക സമൂഹങ്ങളൊക്കെ നേരിടുന്ന വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ അധികാരികളുടെ ശ്രദ്ധകൾ കൊണ്ടുവരാൻ യത്നിക്കുന്നവരായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെ റസൂലുള്ളാഹിയുടെ മനസ്സിലെ വേദന, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ നിന്ന് പ്രവാചകൻ, എന്താണ് പ്രവാചകൻ്റെ വേദന? നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ്. നിങ്ങൾ പ്രയാസപ്പെടരുത് എന്നാണ്. ആ വേദന ചിന്തിച്ചുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നവരായി അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.